ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. അപ്പോൾ നമ്മുടെ ജൂൺ 5 സുധിയുടെ, അതായത് മിമിക്രി ആർട്ടിസ്റ്റും വാഹനാപകടത്തിൽ മരിച്ച സുധിയുടെ ഓർമ്മ ദിവസമാണ്. അതിന് രേണു സുധി മസ്റ്റായിട്ടും വെള്ള സാരി ധരിച്ചിരിക്കണം. ആ ജൂൺ 5 മുഴുവൻ അവർ കിടന്ന് ഒരു തലയിണ കുതിർക്കെ കണ്ണീരൊലിപ്പിച്ച് കരയണം. ഇതൊക്കെയാണല്ലോ ഒരു അതായത് ഈ വിധവൻ ഇല്ല, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ആ പുരുഷൻ എന്താ നീ കല്യാണം കഴിക്കാത്ത, വീണ്ടും കഴിക്കുക എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരു സമൂഹം. എന്നാൽ ഭർത്താവ് മരിച്ചാലും ആ ഡേറ്റ് ഓർമ്മ വെച്ച് അവൾ കരയണം. പിന്നെ ത്രൂ ഔട്ട് അവൾ വല്ലാണ്ട് ഇങ്ങടെ കിടന്ന് തുള്ളണ്ട. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു രേണു സുധി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേൾക്കണം. ഇന്നലെ കരച്ചിൽ, ഇന്ന് കൂത്ത് അല്ലെങ്കിൽ ഇന്ന് ഡാൻസ്. ശരിയാണ്, എന്നും നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ. ഞാൻ എന്നും കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ നഷ്ടമായേനെ. അപ്പം എനിക്കങ്ങനെ, ഞാൻ പൊരുതി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾ കളിയാക്കി പറഞ്ഞോട്ടെ, എനിക്കതൊന്നും വിഷയമല്ല, എന്നെ ബാധിക്കുന്ന കേസല്ല. പക്ഷെ എന്നെ സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നലെ കരച്ചിൽ ശരിയാണ്. ജൂൺ 5 ഞാൻ കരഞ്ഞു. കാരണം ഞാൻ അവിടെ ഒന്നാമത്തെ കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പം എനിക്ക് എൻ്റെ മനസ്സിൻ്റെ വിഷമം അത് ഞാൻ കരച്ചിലൂടെ അത് തീർത്തെടുത്തു. മനസ്സിലായോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയിട്ട്, ഈ സുധിയുടെ ഒന്നാമത്തെ ഭാര്യയൊന്നുമല്ല രേണു സുധി. സുധിയുടെ 3ാമത്തെ വൈഫാണ്. ആദ്യത്തെ വൈഫ് പിരിഞ്ഞ് അതിലൊരു കുഞ്ഞുമായിട്ട് അയാൾ രണ്ടാമതൊരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ആ കുട്ടിയടക്കം അതിൻ്റെ ട്രോമയ്ക്ക് വിധേയനാവുന്നു. അവിടെ നിന്നാണ് 3ാമതായിട്ട് രേണുവിനെ വിവാഹം കഴിക്കുന്നത്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏജ് ഡിഫറൻസ് ഉണ്ട് അവരെന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഈ മിമിക്രി ആർട്ടിസ്റ്റ്, ഇയാളുടെ ഈ ലൈം ലൈറ്റിലെ പ്രകടനം കണ്ട് ഇദ്ദേഹം വലിയൊരാളാണെന്നുള്ള നിലയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വ ബന്ധങ്ങളൊക്കെ കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിലൊരു കുഞ്ഞുണ്ടായാലും ഞാൻ അവനെ പൊന്നുപോലെ വളർത്തിക്കോളാം എന്നും പറഞ്ഞിട്ടാണ് രേണു അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇനി രേണു അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു സെലിബ്രിറ്റി ലൈഫൊന്നും അല്ല ലഭിച്ചിട്ടുള്ളത്. അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കടനും കടബാധ്യതകളും പ്രശ്നങ്ങളും ഈ മദ്യപാനവും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ വീട്ടുകാരും എല്ലാവരും കൂടിയിട്ട് ഒരു വല്ലാത്ത ജീവിതത്തിലൂടെയാണ് അവർ സുധി ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ടുള്ളത്. മിമിക്രി ആർട്ടിസ്റ്റ് എന്ന സെലിബ്രിറ്റിയുടെ കൂടെയുള്ള ജീവിതം സ്വപ്നം കണ്ടിട്ട് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നൊരു സ്ത്രീയാണ് രേണു സുധി. അയാൾ മരിക്കുമ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണമോ വസ്ത്രമോ വീടോ ഒന്നുമില്ല. വളരെ ദരിദ്രമായിട്ടുള്ള ചുറ്റുപാടുകളിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും മരിക്കണതിൻ്റെ തലേദിവസം വിളിച്ച് അദ്ദേഹം വന്നിട്ട് കൊണ്ടുപോകും. കാരണം അതിന് മാത്രമുള്ളൊരു സാമ്പത്തിക ശേഷി അവർക്കില്ല. അപ്പം അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് കടബാധ്യതകളും ഇദ്ദേഹത്തിൻ്റെ മദ്യപാനവും ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ വീട്ടിലെ താമസവും എല്ലാ ട്രോമയും സഹിച്ച് ജീവിച്ച ഒരു സ്ത്രീ അയാളുടെ മരണാനന്തരം ഒന്ന് ചീന വേറൊന്നിന് വളാവുക എന്നുള്ളത് തന്നെ. ഭർത്താവ് മരിച്ച് പെട്ടെന്ന് സെലിബ്രിറ്റി ആയ ഒരു ഭാര്യയാണ്. സമൂഹത്തിൽ സത്യം പറഞ്ഞ കേരളത്തിൽ ഇങ്ങനെ ഒരു ഭാര്യയും ഉണ്ടായിട്ടില്ല. ഭർത്താവിൻ്റെ മരണത്തിലൂടെ പ്രശസ്തയായി മാറിയും അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവർ നടന്നേ പറ്റൂ. കാരണം അവർക്ക് 5-6 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. അവരിങ്ങനെ 24 മണിക്കൂറും സുധീന്ന് നാമം ജപിച്ചിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആരെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുക്കുമോ? അവർക്ക് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട്, ബാറിൽ ഡാൻസറാണ്. അവർക്ക് ബഹ്റിനിൽ പോയി ആ സമയത്ത് അവരിവിടെ തിരിച്ചു വന്നിട്ട് ദുഃഖാചരണം നടത്തിയില്ല എന്നാണ്. ജീവിതത്തിൽ ദുഃഖാചരണം നടത്താനായിട്ട് അത്രമാത്രം തോന്നുന്ന രീതിയിലുള്ള സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും സത്യം പറഞ്ഞാൽ അവരുടെ ഭർത്താവ് അവർക്ക് നൽകി പോന്നിട്ടില്ല. അവരാലോചിക്കുമ്പോൾ ഏറ്റവും വിഷമങ്ങളിലൂടെ കടന്നുപോയൊരു സ്ത്രീയാണ് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ. അയാളുടെ മരണാനന്തരമാണ് അവർ ജീവിതത്തിൽ നല്ല വസ്ത്രം ഇടുന്നു, നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, കുഞ്ഞിനെ നോക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി അവർക്ക് വരുന്നു. അപ്പോൾ വീണ്ടും അവർ കരഞ്ഞിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു സമൂഹത്തിനെ അവർക്ക് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു സെലിബ്രിറ്റി മോഡിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരുടെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകനെ പറ്റി അയ്യോ ആ കുട്ടി എന്ത് പറയുന്നു. ആ കുട്ടിയെയും കൊണ്ട് 3 സ്ത്രീകളുടെ മുമ്പിലേക്ക്, ആദ്യത്തെ അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് രണ്ടാമതൊരു സ്ത്രീയുടെ, പിന്നെ 3ാമതൊരു സ്ത്രീയുടെ. അവൻ്റെ ബാല്യകാലത്തിൽ അവൻ്റെ അച്ഛൻ കൊടുത്ത ട്രോമയോളം വേറെ ആരും അവന് കൊടുത്തിട്ടില്ല. പിന്നെ 3ാമത്തെ അമ്മയായിട്ടുള്ള രേണു സുധി അവനോട് കാണിച്ച കനിവ് തന്നെ വളരെ അധികമാണ്. എന്തൊക്കെയായാലും രേണു സുധി അവരുടെ ആ ഏറ്റവും സന്തോഷകരമായിട്ടും സമൃദ്ധിയായിട്ടും ആഡംബരപൂർണമായിട്ടും ഭർത്താവിൻ്റെ സ്നേഹം ഇങ്ങനെ കോരി ഒഴിച്ചും കിട്ടിയൊരു ദാമ്പത്യത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ട് കടന്നു പോയൊരു ഭർത്താവല്ല അവരുടെ. സ്വാഭാവികമായിട്ട് ഭർത്താവ് മരിച്ചു എന്നും പറഞ്ഞ്
അതിൻ്റെ ട്രോമ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും അത് ആലോചിച്ചിട്ട് അവർ കരഞ്ഞിരിക്കണം എന്നൊക്കെ നിഷ്കർഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് നല്ല സംരക്ഷണം, നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല കെയറിങ്, നല്ല രീതിയിലുള്ള വീട്, ഇതൊക്കെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിലുള്ള അയാളുടെ ചുമതല അയാൾ നിർവഹിച്ചിട്ടേ ഇല്ല. ഏറ്റവും നരകപൂർണ്ണമായിട്ടുള്ള അവരുടെ ആദ്യത്തെ രൂപം തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു സന്തോഷവും ജീവിതവും. അവർ ജീവിക്കട്ടെ എന്ന്, ലെറ്റ് ഹർ ലീവ് എന്നുള്ളതാണ്. പിന്നെ അവര് ഇനി ഇതാപ്പോൾ ഒരു അസുഖം അവരുടെ മേലെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അസുഖമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ഇന്നലെ വേറൊരു യൂട്യൂബർ പറയുന്ന കേട്ടു ക്യാൻസർ ശ്വാസകോശത്തിലേക്ക് പടർന്നിരിക്കുന്നു. ഇവരൊക്കെ ഈ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അങ്ങനെ ഒരു രോഗം പടർന്നിട്ടുണ്ടെങ്കിൽ അവർ അതിന് പ്രതിവിധിയായിട്ടുള്ള ചികിത്സയിലായിരിക്കില്ലേ ഇപ്പോൾ? അല്ലാണ്ട് ഇത് പടർന്നോട്ടെ എന്നും പറഞ്ഞ് അവരവരുടെ ജീവിതവും ഡാൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അവർ എന്തായാലും ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റി ഇനി ഉണ്ടാക്കാത്ത ആരോപണങ്ങളില്ല. എന്തൊക്കെ രീതിയിൽ അവരെ തളർത്തി ഇല്ലാതാക്കാമോ? അതാണ് ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ ഇവരാണ് മരിച്ചിരുന്നെങ്കിൽ സുധി എന്ന് പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ് ഇപ്പം ചുരുങ്ങിയത് വീണ്ടും 2 കല്യാണം കഴിച്ച് അതിൽ ഓരോ പിള്ളേരായിട്ടുണ്ടാവും. അത്രയുള്ള കാര്യം. അപ്പോൾ ഇവരുടെ സ്ഥാനത്ത് അയാൾ മരിച്ചു, അത് ഇവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്തു. അതൊക്കെ വിധിയുടെ കാര്യമാണ്. ഭർത്താവിൻ്റെ മരണത്തിലൂടെ പ്രശസ്തയായ ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. ഇനി ഇവരെ മരിച്ചു വെച്ചാൽ അയാൾ ഇതിങ്ങനെ ദുഃഖം ആചരിച്ച് ഓരോ വർഷവും പ്രയേഴ്സും നടത്തി ഇരിക്കുന്നു വിചാരിക്കണ്ടോ? ഇല്ല. അയാളുടെ രീതിയിലുള്ള ജീവിതം എങ്ങനെ സെറ്റപ്പാക്കാം? പുതിയ ഒരു സ്ത്രീനെ തേടി പോയിട്ടുണ്ടാവും. അതിലൊന്നും വലിയ ഇതില്ല. ഈ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ ലൈം ലൈറ്റിൽ ഇയാളെ കണ്ടിട്ട് ഭ്രമിച്ച് വീട് പോയൊരു ചെറിയ പെൺകുട്ടിയാണ്, ഒന്നും അല്ലാത്ത പ്രായത്തിൽ. അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ നല്ല ഏജ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അവരൊരു 30+ലാണ്. അവർ ജീവിക്കട്ടെ എന്ന്. ഇതിങ്ങനെ രേണുസുതി അങ്ങനെ പറഞ്ഞു. രേണുസുതി പ്രാർത്ഥിച്ചില്ല, രേണുസുതി കരഞ്ഞില്ല, രേണുസുതി എന്തിന്? അത്രമാത്രം നല്ല സ്വപ്നതുല്യമായിട്ടുള്ളൊരു ജീവിതം നൽകിപ്പോയ ഭർത്താവിനെ ആലോചിച്ചിട്ട് അവർക്ക് കരയാൻ, അതിന് മാത്രമുള്ളൊരു നല്ല ജീവിതം അവർക്ക് കിട്ടിയിട്ടില്ല. അവർ നരകയാതനയായിരുന്നു. അത് അവന് തന്നെ പറയുന്നുണ്ട്. ഒരുപാട് ആളുകളോട് ഇവർ കടം ചോദിക്കുന്നു, ഭർത്താവും ഭാര്യയും കൂടി ഫോണിൽ കടം ചോദിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു സ്ത്രീനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട ഒരു ഭർത്താവിനെ ആലോചിച്ചിട്ട് അവർ വെള്ളയെടുത്ത് സാധാ സഭയോ അയ്യോ പത്തോ എന്നും പറഞ്ഞ് കരഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മൾക്ക് പറയാനുള്ള അവകാശം എന്താണ്? എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.